السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. الحمد لله. الله سبحانه وتعالى അവന്റെ പരിശുദ്ധമായ മഹദ് ഫദ്ല് കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഹഖ് ജാഹ് കൊണ്ട് നമ്മുടെ എല്ലാ നോമ്പും തറാവീഹും എല്ലാ അമലുകളും ഖുർആനോത്തും എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റമദാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് റമദാനിന്റെ ശഫാഅത്തോടെ റയ്യാൻ കവാടത്തിലൂടെ ജന്നത്തുൽ ഫിർദൗസിലേക്ക് ഓടിക്കേറി പോകുന്ന മുഅ്മിനീങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ വിഷമങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റട്ടെ. പ്രത്യേകിച്ച് നമ്മളുടെ രോഗികളായ ഒട്ടനവധി ആളുകൾ നമ്മുടെ മജ്ലിസിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നു. നമ്മുടെ പരിചയത്തിൽ പരിചയമില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അല്ലാഹു എല്ലാ രോഗങ്ങളും അവരുടെയും നമ്മുടെ മക്കളുടെയും അല്ലാഹു മാറ്റട്ടെ. അതേപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരിച്ചുപോയവരുടെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നമുക്ക് പിറ കണ്ടു എന്ന് വിവരം ലഭിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്, ലഭിച്ചാൽ നിങ്ങളോട് വിവരം അറിയിക്കുന്നതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിറ കണ്ടു എന്ന് വിവരം ലഭിച്ചാൽ തീർച്ചയായും നമ്മൾ പെരുന്നാളിന്റെ പിറ കണ്ടത് മുതൽ ഉടൻ ചെയ്യേണ്ട പരിശുദ്ധമായ ദിക്റുണ്ടല്ലോ, ആ ദിക്ർ നമുക്ക് ചൊല്ലണം. കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ, ഇപ്പൊ പ്രവാസികളായ നമ്മളെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 30 പൂർത്തിയായി. അൽഹംദുലില്ലാഹ്, ഇന്ന് പെരുന്നാളിന്റെ രാവാണ്, ശവ്വാലിന്റെ. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ രാവാണ്. അപ്പൊ അവർക്ക് ഇന്ന് നിർബന്ധമായിട്ട് ചൊല്ലേണ്ടതും പിറ കണ്ടാൽ നമ്മൾ ചൊല്ലേണ്ടതുമായ പരിശുദ്ധമായ ദിക്റുണ്ടല്ലോ, സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ദിക്ർ, ആ ദിക്ർ ഞാനൊന്ന് ചൊല്ലിത്തരാം. എൻ്റെ കൂടെ പരമാവധി അത് ചൊല്ലി മനസ്സിലാക്കി അത് കൃത്യമായതിൻ്റെ നന്മ നമ്മൾ തേടുക തന്നെ വേണം. പ്രവാസികളായ സഹോദരങ്ങൾ, അതായത് ഇന്ന് ശവ്വാൽ ഒന്നായിട്ട് വന്നിട്ടുള്ള ആരും, ഏത് നാട്ടുകാരും ഇപ്പം നമ്മളെ സംബന്ധിച്ച് പിറ കണ്ടിട്ടില്ല, കണ്ടവർ മുഴുവനും ചൊല്ലേണ്ട ദിക്റാണ്. അതുകൊണ്ട് കൂടെ പരമാവധി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ بالأمن والإيمان والسلامة والإسلام ربي وربك الله هلال رشد وخير آمنت بالله الذي خلقك آمنت بالله الذي خلقك آمنت بالله الذي خلقك الحمد لله الذي ذهب بشهر رمضان وجاء بشهر شوال تقبل الله. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രവാസികളായ സഹോദരങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഇന്നത്തെ രാത്രി ഉറപ്പായിട്ടും ഓതേണ്ടത് സൂറത്തുൽ മുൽക്കാണ്. ഒരു വട്ടം നിങ്ങൾ ഓതണം. പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാലോ ഈ ദിക്റും നമ്മൾ പറയണം. ശേഷം പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ചൊല്ലേണ്ട സൂറത്തുൽ മുൽക്ക് അതെല്ലാവരും ഓതണം. പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും അതിലേക്ക് ഒരുപാട് ഫദ്ലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പെരുന്നാൾ മാസം ഉണ്ടല്ലോ, ചൊവ്വാല് മുഴുവനും നമുക്ക് വിജയത്തിലാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു നന്മ കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ 30ന്റെ രാവ്, അതാണല്ലോ പിറ കാണാത്തിടത്തോളം കാലം 30ന്റെ രാവ്. 30ന്റെ രാവിൽ നമ്മൾ ചെയ്യേണ്ട ദുആ എന്താ? ആ ദുആയുടെ പോരിശ എന്താ? ആ ദുആയിൽ ചോദിക്കുന്നത് എത്രയോ കനമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഹഖ് ജാഹ് കൊണ്ട് ചോദിക്കുകയാണ് അള്ളാഹുവിനോട്. അള്ളാഹു നമ്മളുടെ എന്താ പറയാ, നോമ്പിന്റെ കാര്യത്തിൽ അള്ളാഹു കബൂൽ ചെയ്യേണ്ട, ഇബാദത്ത് കബൂൽ ചെയ്യേണ്ട കാര്യത്തിൽ, അള്ളാഹുവിന് പൊരുത്തം കിട്ടുന്ന, അള്ളാഹിന്റെ പൊരുത്തം കിട്ടുന്ന കാര്യത്തിലെല്ലാം മനസ്സറിഞ്ഞ് ചോദിക്കുന്ന ദുആയാണ്. അതുകൊണ്ട് ആ ദുആ എന്റെ കൂടെ എല്ലാവരും ചൊല്ല, തെറ്റുകൂടാതെ ചൊല്ല. അല്ലാഹുമ്മ ജഅൽ സിയാമി ബിശ്ശുക്രി والقبول على ما ترضاه ويرضاه الرسول بحكمه وفروعه بالوصول بحق محمد صلى الله عليه وسلم وآله الطاهرين الذين قضوا بالحق وبه يعدلون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ആമീൻ. തഖബ്ബൽ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ഇന്നത്തെ തറാവീഹിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പോരിശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് തറാവീഹ് എന്ന് പറഞ്ഞാൽ പിറ കണ്ടാൽ നമുക്ക് തറാവീഹ് ഇല്ലല്ലോ, പിറ കാണാത്ത അല്ലെങ്കിൽ നാളെയും നോമ്പാണ് എന്ന അടിസ്ഥാനത്തിലാണ് ഇന്ന് തറാവീഹ് കയറി വരുന്നത്. അപ്പോൾ വളരെ അമൂല്യമാണ് ഇന്നത്തെ തറാവീഹ്. ഒരു പക്ഷേ നമ്മുടെ ആയുസ്സിലെ അവസാനത്തെ തറാവീഹ്, ഒരുപാട് ആളുകൾ കഴിഞ്ഞ കൊല്ലത്തെ അവസാനത്തെ തറാവീഹ് കഴിഞ്ഞിട്ട് ഇക്കൊല്ലത്തെ തറാവീഹിലേക്ക് വരാൻ പറ്റാതെ, തറാവീഹ് തുടക്കത്തിലുണ്ടായിരുന്നു അവസാനത്തിലില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹു നമ്മുടെ അവസാനത്തെ തറാവീഹും അവസാനത്തെ നോമ്പുമാക്കാതെ ഒരുപാട് റമദാനും തറാവീഹും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് തറാവീഹ് നിസ്കരിക്കുന്ന ആളുകളോട് യാ അബ്ദി
അള്ളാഹു നേരിട്ട് വിളിക്കുകയാണ്, ഡയറക്റ്റ് വിളിക്കുക. അല്ലയോ എൻ്റെ അടിമയെ, സ്വർഗത്തിലെ ഫ്രൂട്ടുകളും ഫലങ്ങളും സ്വർഗത്തിലെ സൽസബീലിലെ വെള്ളവും എല്ലാം നിങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും സന്തോഷത്തോടെ സ്വീകരിക്കാനും സ്വർഗത്തിൻ്റെ എല്ലാവിധ സൽക്കാരങ്ങളും നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ സന്തോഷത്തോടെ അത് ഉപയോഗിച്ചോളൂ. എന്നിട്ട് അള്ളാഹു പറയാൻ, തീർച്ചയായും ഞാൻ നിന്റെ രക്ഷിതാവാണ്, നീ എൻ്റെ അടിമയാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഞാൻ നിന്റെ ഉടമയാണ്, നീ എൻ്റെ അടിമയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കൊണ്ട് അള്ളാഹു പറയാൻ. അപ്പൊ സ്വർഗത്തിലെ എല്ലാം നിനക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക, വലിയ സന്തോഷത്തോടു കൂടിയുള്ള അനുവാദം. അത് ഇന്നത്തെ തറാവീനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തറാവീഹ് അൽഹംദുലില്ലാ നമുക്ക് നിസ്കരിക്കാൻ അള്ളാഹു അവസരം തരട്ടെ. ഇനി ഒരു പക്ഷേ പിറകണ്ട് ശവ്വാലിന്റെ ആ ഒരു പരിശുദ്ധമായ പെരുന്നാളിന്റെ രാവ് ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ പോലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് നമുക്ക് എല്ലാ തറാവീന്റെ കൂലി വേണമെന്ന് നമ്മൾ ചോദിക്കണം. പ്രത്യേകിച്ച് അൽഹംദുലില്ലാ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി റമദാനെ സലാം പറഞ്ഞയക്കലാണ്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ആത്മാർത്ഥമായി കൽബുകൊണ്ട് യാത്രയാക്കുന്നത് പോലെ തന്നെ നമ്മളൊരു ഫീലിംഗിൽ തന്നെ സലാം എൻ്റെ കൂടെ ചൊല്ലണം. അത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ദിക്ർ ദുആയിലേക്ക് നമുക്ക് കടക്കാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ മഗ്ഫിറതി വർ-റിദ്വാൻ, السلام عليك يا شهر التوبة والندم، السلام عليك يا شهر التراويح، السلام عليك يا شهر رمضان، السلام عليك يا شهر المغفرة والرضوان، السلام عليك يا شهر التوبة والندم، السلام عليك يا شهر التراويح، السلام عليك يا شهر رمضان، السلام عليك يا شهر المغفرة والرضوان، السلام عليك يا شهر التوبة والندم، السلام عليك يا شهر التراويح. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഈ റമളാനിനെ ഞങ്ങളുടെ ലൈഫിലെ അവസാനത്തെ റമളാൻ ആക്കരുതേ റബ്ബേ. ഒരുപാട് റമളാനും ലൈലത്തുൽ ഖദറും ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. തഖബ്ബലല്ലാഹ് ബാറക്കല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി സാധാരണ നമ്മൾ ചൊല്ലുന്ന ദിക്ർ ദുആയിലേക്ക് നമുക്ക് കടക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അളീം. തഖബ്ബലല്ലാഹ്. ഇത് 3 വട്ടം ചൊല്ലിയാൽ ലൈലത്തുൽ ഖദറിന്റെ പോരിശേരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വലിയ ഓഫർ റഹ്മാനായ റബ്ബേ ഈ ചൊല്ലിയ ഞങ്ങൾക്കൊക്കെ നീ തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് 3-ാമത്തെ പത്തിൽ ചെയ്യേണ്ട ദുആ നമുക്കൊന്ന് ചൊല്ലാം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. اللهم اعتقني من النار وادخلني الجنة يا رب العالمين، اللهم اعتقني من النار وادخلني الجنة يا رب العالمين، اللهم اعتقني من النار وادخلني الجنة يا رب العالمين، اللهم اعتقني من النار وادخلني الجنة يا رب العالمين، اللهم اعتقني من النار وادخلني الجنة يا رب العالمين.
ഇനി ലൈലത്തുൽ ഖദറിന്റെ പുണ്യങ്ങൾ ലഭിച്ച് അള്ളാഹുവിന്റെ അഫു കിട്ടാനുള്ള ആയിഷ ബീബി റളിയല്ലാഹു തആല എനിക്ക് പുണ്യനബി പഠിപ്പിച്ചു കൊടുത്ത ദുആ സജീവമായിട്ട് എല്ലാ രാത്രികളിലും ഇനി വേണ്ട ദുആ നമുക്കൊന്ന് ചെല്ലാം. എൻ്റെ കൂടെ എല്ലാവരും ചെല്ലാം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو فاعف عني يا كريم يا رحيم يا الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. അൽഹംദുലില്ലാ. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു. ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദത്തു ഉമ്മുഹു. ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്ര എഫക്റ്റീവാണ്. ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
يا عظيم يا عظيم يا عظيم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم يا عظيم يا عظيم يا عظيم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم تقبل الله അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ അല്ലാഹുവേ ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പഠിച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അളീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. ഇനി അൽഹംദുലില്ലാഹ് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല രചിച്ചിട്ടുള്ള 40 കാഫിന്റെ സിറുകൾ അത്ഭുതം അടങ്ങിയ ഏറ്റവും മഹനീയമായ ഒരു ബൈത്താണ്. ആ ബൈത്തിന്റെ ഫായിദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തടഞ്ഞു വെക്കാൻ പറ്റും. കണ്ണേറ് സിഹറുണ്ടാവില്ല. നല്ല ബറക്കത്തോടെ റാഹത്തോടെ ഒരു പ്രത്യേകമായ സന്തോഷത്തോടെയുള്ള ജീവിതം അല്ലാഹു നൽകാൻ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സാധ്യമാണ്. ആ ഒരു ബൈത്താണ് ഇനി നമുക്ക് ഓതാനുള്ളത്. يكفيك واكفة كيف كافوها ككمي نن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي نن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي نن كان منك ليكا
تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بك كالكاف قربته يا كوكبا كان تحكي كوكب الفلكا الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل على النور واهله 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 صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم
സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. തഖബ്ബലല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ. അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് റമളാനിൽ വഫാത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ അൽമലിക്കുൽ ജബ്ബാറായ രാജസീദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസ് സ്വീകരിക്കണേ റബ്ബേ. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ രാവാകാൻ സാധ്യതയുള്ള രാവാണ് റബ്ബേ. ഞങ്ങളുടെ ലൈഫിലെ ഈ റമളാൻ അവസാനത്തെ റമളാനാക്കല്ല റബ്ബേ. ഒരുപാട് റമളാൻ നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട്, ഒരുപാട് ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. റമദാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് റയ്യാൻ കവാടത്തിലൂടെ ജന്നത്തുൽ ഫിർദൗസിലേക്ക് ഓടിക്കേറി പോകാ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ അമലുകൾക്കൊരു പ്രതീക്ഷയുമില്ല, നിന്റെ റഹ്മത്തിനാണ് പ്രതീക്ഷയുള്ളത്. ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഇതുക്കും മിനന്നാർ, നരകമോചനം തരണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ അമലുകളും തറാവീഹ് അടക്കമുള്ള എല്ലാ ഹസനത്തുകളും റബ്ബേ ഞങ്ങളുടെ ഹദിയകൾ അല്ലാഹുവേ എത്ര പേരാണ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഹദിയ അയച്ചു തന്നിട്ടുള്ളത് അല്ലാഹുവേ എല്ലാവർക്കും എല്ലാവരുടെ മുറാദും അറിയാവുന്ന റബ്ബേ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചോനെ ഈ നന്മയുടെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് റബ്ബേ. പടച്ചോനെ അതിൻ്റെ കൂലി നിനക്ക് കൊടുത്താൽ മാത്രമേ മതി വരികയുള്ളൂ. അത് നിനക്കല്ലാതെ കൊടുക്കാൻ കഴിയില്ല. അവർക്കും ഞങ്ങൾക്കും കൂലി നിറച്ചു തരണേ അല്ലാ. അടുത്ത റമദാനിൽ അല്ലാഹുവേ റമദാനിന് മുമ്പ് ഖബറിൽ പോകേണ്ട അവസ്ഥ വരുത്താതെ ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കള്, മാതാപിതാക്കള്, ഉസ്താദുമാര്, കുടുംബങ്ങൾ, കൂട്ടുകാർ, അയൽവാസികൾ, ബന്ധപ്പെട്ടവർ, മുഹബ്ബീങ്ങൾ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, അല്ലാഹുവേ ഭക്ഷണം തരുന്നവർ, നോമ്പ് തുറക്കുന്നവർ, തുറപ്പിക്കുന്നവർ, ഞങ്ങളുടെ മജ്‌ലിസിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുന്നവർ, ലോക മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ എല്ലാവരെയും നിന്റെ നസ്ർ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാ. സഹായിക്കണേ റബ്ബേ. റമദാനിൽ മരിച്ചുപോയ എത്രയോ സ്വാലിഹീങ്ങളാണ് റബ്ബേ, എത്രയോ മഹാന്മാരാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ മരിച്ചുപോയ, ഞങ്ങളുടെ മഹല്ലത്തിലെ മരിച്ചുപോയ ഓരോരുത്തരുടെയും എത്ര പേരാണ് ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളുടെ കൂടെ അല്ലാഹുവേ ഈ ദിക്റിന്റെ മജ്‌ലിസിൽ, അൻവാറെ ഫജറിന്റെ മജ്‌ലിസിലൊക്കെ സജീവമായി പങ്കെടുത്ത പലരും ഖബറിൽ പോയിട്ടുണ്ട്. ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ സ്വർഗമാക്കണേ റബ്ബേ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. പടച്ചോനെ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു നൽകണേ അല്ലാ. ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير نعم المولى ونعم النصير اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو كريم تحب العفو فاعف عنا يا كريم يا رحيم يا الله اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين وآخر كلامي الحمد لله السلام عليكم ورحمة الله وبركاته.